ഹായ് SSC മലയാളിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലൈറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. ലൈറ്റ് ഒരുപാട് ഫിനോമിനൻസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലൈറ്റിൻ്റെ റിഫ്ലക്ഷനെ പറ്റിയാണ്. സോ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈറ്റിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ജസ്റ്റ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ആ സ്റ്റഡി ഓഫ് ലൈറ്റിനെ നമ്മൾ പറയുന്ന പേര് ഒപ്റ്റിക്സ് എന്നാണ്. ഈ ഒപ്റ്റിക്സിനെ തന്നെ നമ്മൾ റേ ഒപ്റ്റിക്സ് എന്നും വേവ് ഒപ്റ്റിക്സ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ദെൻ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, ലൈറ്റിൻ്റെ സ്പീഡ് അതായത് വാക്വത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് ആ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്ന് പറയുന്നത് കേട്ടോ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം 3 × 10⁸. ഇവരെ നമ്മൾ സി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ സി എന്നുള്ള ലെറ്റർ? സി ഈസ് ഈക്വൽ ടു എന്താണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് എന്ത്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ അല്ലെങ്കിൽ വാക്വം എന്ന് പറയുന്നത്. എയർ അല്ല, വാക്വം എന്ന് പറയുന്നത്. ദെൻ ദ ടൈം ഓഫ് സൺലൈറ്റ് ടു റീച്ച് എർത്ത്. എർത്തിൽ എന്ത് ചെയ്യും? സൺലൈറ്റ് എത്താൻ എടുക്കുന്ന സമയം, അതായത് സൂര്യനിൽ നിന്ന് എർത്തിലേക്ക് സൺലൈറ്റ് എടുക്കുന്ന സമയമാണ് 500 സെക്കൻഡ്സ് അല്ലെങ്കിൽ 8 minutes and 20 seconds. 8 മിനിറ്റും 20 സെക്കൻഡുമാണ് സൺലൈറ്റ് എന്ത് ചെയ്യുന്നത്? എർത്തിൽ റീച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലേ. ഇനി അടുത്ത നമ്മൾ ഈ സൺലൈറ്റിനെ കടത്തി വിടുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒബ്ജക്ട്സിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഒബ്ജക്റ്റാണ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയത്തില്ല എപ്പോഴും ഒരു ട്രാൻസ്പാരൻസി വേണം അല്ലേ. ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ കംപ്ലീറ്റ്ലി അപ്പുറത്തേക്ക് കടത്തി വിടുന്ന ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നത്. വിച്ച് അലൗസ് മോസ്റ്റ് ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് ടു പാസ് ത്രൂ ദം. അതായത് ഇൻസിഡൻറ്റ് ലൈറ്റ് അല്ലെങ്കിൽ വന്നടിക്കുന്ന ലൈറ്റിനെ കംപ്ലീറ്റ്ലി അപ്പുറത്തേക്ക് പാസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത്. ഇതിന് എക്സാമ്പിൾ നമ്മുടെ ഗ്ലാസ്, വാട്ടർ, ഇതൊക്കെ ഒരു ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് ആണ്. അതായത് നമുക്ക് അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്ക് വിസിബിൾ ആയിട്ടുള്ള എല്ലാ ഒബ്ജക്ട്സും എന്താണ്? ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് ആണ്. ദെൻ അടുത്ത രണ്ടാമത്തെ ടൈപ്പാണ് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്. ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീടുകളിലൊക്കെ ജനലുകളിലും അല്ലെങ്കിൽ ബാത്റൂമിൻ്റെയൊക്കെ ജനലിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗ്ലാസ്സസ് ഒക്കെ ഇല്ലേ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും, ഒരു നിഴൽ പോലെ നമുക്കറിയാൻ പറ്റും. പക്ഷേ കംപ്ലീറ്റ്ലി ആ ആൾ ആരാണെന്നോ എന്താണെന്നോ നമുക്കറിയാൻ പറ്റില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ലൂസൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓയിൽഡ് പേപ്പറൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണെ ഒരു നിഴൽ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ട് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. അങ്ങനത്തെ ഒബ്ജക്ട്സ് ആണ് എന്ത്? ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്. അതിൻ്റെ എക്സാമ്പിളാണ് ഓയിൽ പേപ്പർ, അല്ലെങ്കിൽ നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സം ടൈപ്സ് ഓഫ് വിൻഡോസ് ഗ്ലാസ്. അതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റിന് എക്സാമ്പിളാണ്. ദെൻ മൂന്നാമത്തെ ടൈപ്പാണ് ഒപ്പേക്ക് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഒപ്പേക്ക് സബ്സ്റ്റൻസസ്. ഒപ്പേക്ക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്പേക്ക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും അപ്പുറത്തേക്ക് കടത്തി വിടാത്ത ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആണ് ഒപ്പേക്ക് സബ്സ്റ്റൻസ്. ഉദാഹരണം, നമ്മുടെ വീട്ടിലുള്ള ഭിത്തി, കതവ്, അല്ലെങ്കിൽ നമ്മൾ മറയ്ക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും എല്ലാം എന്തായിരിക്കും? ഒപ്പേക്ക് ആയിരിക്കും. ഒപ്പേക്കിൻ്റെ പ്രത്യേകത എന്താ? ലൈറ്റിനെ കടത്തി വിടില്ല. ലൈറ്റിനെ കടത്തി വിടാത്തതുകൊണ്ട് തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആരാണ് അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആണ്. മീൻസ് അപ്പുറത്ത് നിൽക്കുന്ന ആരാണെന്ന് അറിയാൻ പറ്റാത്ത, നമുക്ക് കംപ്ലീറ്റ്ലി തടസ്സമായി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആണ് എന്ത്? ഒപ്പേക്ക് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് വിച്ച് ഡു നോട്ട് അലൗ ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ടു പാസ് ത്രൂ ദം. ലൈറ്റിനെ പാസ് ചെയ്യാൻ സമ്മതിക്കാത്ത ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അതിന് ഉദാഹരണമാണ് മിറർ, മെറ്റൽ, അല്ലെങ്കിൽ കോൺക്രീറ്റ് വാൾസ്. ഇതെല്ലാം എന്താണ്? ഒപ്പേക്ക് ഒബ്ജക്ട്സ് ആണ്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ദെൻ ഞാൻ പറഞ്ഞു ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിഫ്ലക്ഷൻ എന്നുള്ള ചാപ്റ്ററിനെ പറ്റി തന്നെയാണ്. സോ കിടക്കാം റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ മക്കളെ, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഈസ് ദി ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് when they hit on a surface changing their direction while remaining in the same medium. അതായത് ഇറ്റ് ഈസ് എ ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ആണ്. അതായത് ലൈറ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എന്ത് ചെയ്യും? ഇൻസിഡൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? തിരിച്ച് എന്ത് ചെയ്യും? അതേ മീഡിയത്തിൽ തന്നെ, അല്ലെങ്കിൽ അതേ മീഡിയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്ലാസ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? എയറും. അപ്പോൾ ഈ ഗ്ലാസ്സിൽ നിന്ന് മീൻസ് എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകാതെ തിരിച്ച് എയറിലേക്ക് തന്നെ വരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മീഡിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മീഡിയം എന്ന് പറഞ്ഞാൽ എയർ ഒരു മീഡിയമാണ്, വാട്ടർ ഒരു മീഡിയമാണ്, ഗ്ലാസ് ഒരു മീഡിയമാണ്, ഡയമണ്ട് ഒരു മീഡിയമാണ്. ഇതെല്ലാം ഓരോ മീഡിയംസ് ആണ്. സോ സെയിം മീഡിയത്തിലേക്ക് തന്നെ ലൈറ്റ് ഒരിടത്ത് തിരിച്ച് വരുന്ന ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ഇനി റിഫ്ലക്ഷനെ തന്നെ നമ്മൾ 2 തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന്
റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും, റെഗുലർ റിഫ്ലക്ഷൻ. ആൻഡ് രണ്ടാമതാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഇറഗുലർ റിഫ്ലക്ഷൻസ് എന്നും പറയാറുണ്ട്. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ. റെഗുലർ റിഫ്ലക്ഷൻ എന്താ, ഒരു റെഗുലർ സർഫസിൽ ഉണ്ടാകുന്ന, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസിൽ ഉണ്ടാകുന്ന റിഫ്ലക്ഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, റെഗുലർ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മിററിനകത്തുള്ള റിഫ്ലക്ഷൻ ഓൺ ദി മിറേഴ്സിലുള്ള റിഫ്ലക്ഷൻ എല്ലാം എന്താണ്, അത് റെഗുലർ റിഫ്ലക്ഷൻ ആണ്. ഇനി ഏതെങ്കിലും ഒരു ഇതുപോലെ ഒരു ഇറഗുലർ ആയിട്ടുള്ള സർഫസിൽ ഒട്ടും മീൻസ് ഏതെങ്കിലും എന്താ പറയുക, കല്ലിൻ്റെയൊക്കെ പല പല പ്രതലങ്ങൾ, അല്ലെങ്കിൽ ഒട്ടും സ്മൂത്ത് അല്ലാത്ത റഫ് ആയിട്ടുള്ള സർഫസ്, അവിടെയൊക്കെ നടക്കുന്ന ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ എല്ലാം എന്താണ്, ഈ പറയുന്നത് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേര് ഇറഗുലർ റിഫ്ലക്ഷൻ എന്നായിരിക്കും കേട്ടോ. അപ്പോൾ ആ പേരും കൂടി ഒന്ന് ഓർത്തിരുന്നോണം. റെഗുലർ റിഫ്ലക്ഷനും ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ. ഡിഫ്യൂസ്ഡ് എന്നുള്ള വേർഡ് നമ്മുടെ NCERT ടെക്സ്റ്റിൽ റെഫർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വേർഡ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ അടുത്ത റിഫ്ലക്ഷൻ പറയുമ്പോൾ, റിഫ്ലക്ഷനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ലോ ആണ് എന്ത്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ്റെ നിയമങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. റിഫ്ലക്ഷൻ്റെ നിയമങ്ങൾ അറിയുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് അവിടെ വരുന്ന ആ ഒരു റേസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ ഒരു ടെർമിനോളജീസ് എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് അറിയണം. ഇതൊരു ലൈറ്റ് റേയുടെ ഒരു പാർട്ടാണെന്ന് വിചാരിക്കാം. ഇതൊരു ലൈറ്റ് റേയുടെ ഒരു കംപ്ലീറ്റ് പാർട്ടാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, വന്ന് ഇടിക്കുന്ന ഈ റേയെ നമ്മൾ വിളിക്കുന്ന പേര്, അതായത് ഒരു സർഫസിലോട്ട് വന്ന് ഇടിക്കുന്ന ഈ ഒരു റേയെ വിളിക്കുന്ന പേര് എന്താ മക്കളെ, ഇൻസിഡൻറ്റ് റേ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻറ്റ് റേ. ഇനി എവിടാണോ വന്ന് ഇടിക്കുന്നത്, അതായത് ആ മിററിൻ്റെ അല്ലെങ്കിൽ ആ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ എവിടാണോ വന്ന് ഇടിക്കുന്നത്, ആ ഇടിക്കുന്ന ആ പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേര് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നാണ് കേട്ടോ. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് പറഞ്ഞാൽ എന്താണ്, ഇൻസിഡൻറ്റ് റേ വന്ന് ഇടിക്കുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇനി ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിനകത്തൂടി പൊതുവേ നമ്മൾ റിഫ്ലക്റ്റിംഗ് സർഫസിന് ഇതാണ് സ്ലാൻഡഡ് ലൈൻസ് ഇട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതും കൂടി ഓർത്തണം കേട്ടോ. ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നമ്മൾ വരയ്ക്കുന്നത് ഇമാജിനറി ഈ ഒരു ലൈനിൽ, ഈ ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നോർമൽ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്നത്. ഈ നോർമൽ എന്ന് പറഞ്ഞാൽ ഈ സർഫസിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ. 90 ഡിഗ്രി ആയിട്ടായിരിക്കും എപ്പോഴും നോർമൽ സ്ഥിതി ചെയ്യുന്ന, എപ്പോഴും 90 ഡിഗ്രി ആയിട്ടായിരിക്കും. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഓർത്തോണം, ഇൻസിഡൻറ്റ് റേയും നോർമലുമായി മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I എന്ന് വിളിക്കുക. ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കേട്ടോ. ഈ ഭാഗമാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി റിഫ്ലക്റ്റിംഗ് റേ അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേയും എന്താണ്, പിന്നെ നോർമലുമായി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയാം. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എപ്പോഴും ഓർത്തോണം. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എല്ലാം നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ്, ഇതെല്ലാം നമ്മൾ എടുക്കുന്നത് നോർമലിനെ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ, ഇങ്ങനെ ഒരു ലൈറ്റിനെ ഇവിടെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്തു, ഇവിടെ ഒരു 30 ഡിഗ്രി വന്നു. വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I = 30 എന്ന് എഴുതരുത്. I = 30 ആണെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. I എന്ന് പറയുന്നൊരു സംഭവം അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ എപ്പോഴും എടുക്കുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും, നോർമലിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു നോർമൽ വരച്ച് നോക്കണം കണ്ടോ. അപ്പോൾ നോർമൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എത്രയാണ്, 90 ഡിഗ്രിയാണ്. മൊത്തത്തിൽ 90 ഡിഗ്രിയാണ്. മൊത്തത്തിൽ 90 ഡിഗ്രി, ഇത്രയും 30 പോയിട്ട് ബാക്കി എത്ര കാണും മക്കളെ, 60 ഡിഗ്രി ആയിരിക്കും ബാക്കിയത്. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നോണം. അപ്പോൾ ഈ രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരുന്നോണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈ പറയുന്ന കണക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എല്ലാം മെഷർ ചെയ്യുന്ന എവിടെ വെച്ചിട്ടായിരിക്കും, ഏത് പാർട്ട് വെച്ചിട്ടായിരിക്കും, നമ്മുടെ നോർമലുമായിട്ട് വെച്ചിട്ടായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇതിനെ അളക്കുന്നത്. അപ്പോൾ ഈ ടെർമിനോളജീസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്തുള്ള ടേംസ് നമ്മളൊന്ന് ഓർത്തിരിക്കാം. എന്തൊക്കെയാണെന്ന് നമുക്ക് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്ന് നമുക്ക് പറയാം. ആ ടേംസ് എല്ലാം നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ? ഒന്നാമത്തെ ലോ ഓർത്തോണം, ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ അറ്റ് ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓൾ ലൈസ് ഇൻ ദി സെയിം പ്ലെയിൻ. ഇതെല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും. ഒരേ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബോർഡിനകത്ത് നമുക്ക് വരച്ചിടാൻ പറ്റും. അതാണ് ഒരു പ്ലെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ലൈറ്റ് ഇങ്ങനെ വന്ന് ഇടിച്ചിട്ട് ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്കുള്ള ഈ ഒരു പ്ലെയിനിലേക്ക് ഒരിക്കലും എന്ത് വരത്തില്ല, ആ ലൈറ്റ് റേ വരില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നോണം. ഈ മൂന്നും ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ആറ്റ് ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓൾ ലൈ ഓൺ ദി സെയിം പ്ലെയിൻ. ഇതെല്ലാം എന്താണ്, ഒരേ പ്ലെയിനിലായിരിക്കും. രണ്ടാമത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്താണ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ പറഞ്ഞില്ല I എന്ന് പറയുന്നതും
ആർ എന്ന് പറയുന്നതും രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും രണ്ടും എന്തായിരിക്കും ഇവിടെ? സെയിം ആയിരിക്കും. ഇതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്, അതാണ് ഈ ഒരു കേസ്. ഈ ഒരു കേസിന് നമ്മൾ പറയുന്നത് എ റേ ഇൻസിഡൻറ്റ് നോർമലി എന്നുള്ള കേസാണ്. ഇൻസിഡൻറ്റ് നോർമലി. ഇപ്പം NORMALLY നോർമലി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എന്നുള്ള അർത്ഥമല്ല. നോർമലി എന്ന് പറഞ്ഞാൽ നോർമലിൽ കൂടി ആണ് വരുന്നത് കേട്ടോ, നോർമലിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ ഓർത്തോണം, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും മക്കളെ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കുമോ? അല്ല, തെറ്റി. 90 ഡിഗ്രി ആയിരിക്കില്ല. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എപ്പോഴും എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെക്കുന്നത്. അപ്പോൾ ഓർത്തോണം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി അല്ല, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ഡിഗ്രിയാണ്. അപ്പോൾ ഓർത്തോണം, ഇഫ് എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് നോർമലി, then the angle of incidence must be 0 degree. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര ആയിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. ഓർത്തോണം, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു നോർമലി ഇൻസിഡൻറ്റ് റേയിൽ എപ്പോഴും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്ര തന്നെ ആയിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. സോ ഇറ്റ് വിൽ റീട്രേസസ് ദി സെയിം പാത്ത്. അപ്പോൾ ഓർത്തോണം, ഇഫ് എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് നോർമലി it will retraces the same path. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്ര ആയേ പറ്റൂ? 0 ഡിഗ്രി ആയേ പറ്റൂ. പിന്നീട് ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം, ഈ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ, വെദർ ഇറ്റ് ഈസ് ഡിഫ്യൂസ് ഓർ റെഗുലർ. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആണെങ്കിലും റെഗുലർ റിഫ്ലക്ഷൻ ആണെങ്കിലും എല്ലാം എന്ത് ഒബേ ചെയ്തിരിക്കും? ലോ ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്തിരിക്കും. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, ദെൻ ഇനി നമ്മൾ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് എന്തെന്ന് പറഞ്ഞാൽ മിറേഴ്സ് എന്ന് പറയുന്ന. മിറേഴ്സ് തന്നെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട് അല്ലേ? ഒന്ന് പ്ലെയിൻ മിററും ആൻഡ് രണ്ടാമത്തത് സ്പെറിക്കൽ മിറേഴ്സുമാണ്. ഒന്ന് പ്ലെയിൻ മിററും രണ്ടാമത്തത് സ്പെറിക്കൽ മിറേഴ്സാണ്. ഒന്നാമത്തത് പ്ലെയിൻ മിറർ, രണ്ടാമത്തത് സ്പെറിക്കൽ മിറേഴ്സ്. ഒന്ന് പ്ലെയിൻ മിറർ, 2 സ്പെറിക്കൽ മിറർ. പ്ലെയിൻ മിററും സ്പെറിക്കൽ മിറേഴ്സും ആണ്. അതിൽ ആദ്യത്തെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലെയിൻ മിറർ. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ണാടി, പ്രത്യേകിച്ച് വളവും ചരിവും ഒന്നുമില്ലാത്ത നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ണാടിയാണ് എന്ത്? പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലെയിൻ മിററിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. പ്ലെയിൻ മിററിൻ്റെ ഫ്രണ്ടിൽ നമുക്കിതിന് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളുണ്ട്, പക്ഷേ വേണ്ട, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പഠിച്ചാൽ മതി. ഇതാ നോക്കൂ, പ്ലെയിൻ മിററിൻ്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസ് ഉള്ളതാ ഇതിൻ്റെ ഒബ്ജക്റ്റ് HO ഇതാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത്. ഇതിൽ എപ്പോഴും ഓർത്തോണം മക്കളെ, സെയിം സൈസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും എപ്പോഴും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, ഒരു പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്നത് എന്തായിരിക്കും മക്കളെ? സെയിം സൈസ്ഡ് ഇമേജ് ആയിരിക്കും. ഇനി സെയിം സൈസ്ഡ് ഇമേജ് ആണ്, പിന്നെ സെയിം സൈസ് ഇമേജ് ആണ്, പിന്നീട് ആ ഇമേജ് എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ ഇമേജ് ആണോ? നമ്മൾ നമ്മുടെ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ തലതിരിഞ്ഞാണോ നിൽക്കുന്നത്? അല്ല, നമ്മൾ നേരെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. കാരണം നമ്മളെ തല ഒരിക്കലും തിരിയില്ല, നമ്മൾ തല എങ്ങനെ തന്നെ ആയിരിക്കും? നേരെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് അല്ലേ? നമ്മൾ അപ്രൈറ്റ് പൊസിഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ ഓർത്തോണം, നമ്മുടെ ഇവിടെ ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ അത് അപ്രൈറ്റ് ഇമേജ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇറക്റ്റ് ഇമേജ് എന്ന് പറയും. ഓർത്തോണം, അപ്രൈറ്റ് ഇമേജ് അല്ലെങ്കിൽ ഇറക്റ്റ് ഇമേജ് ആണെങ്കിൽ ആ ഇമേജ് ഉറപ്പായിട്ടും വിർച്വൽ ഇമേജ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ, വിർച്വൽ ഇമേജും മറ്റൊരു ടൈപ്പ് ഓഫ് ഇമേജാണ് റിയൽ ഇമേജ്. അങ്ങനെ വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഇമേജസ് ആണ് വിർച്വൽ ഇമേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന ആ ടൈപ്പ് ഓഫ് ഇമേജസിനെയാണ് നമ്മൾ റിയൽ ഇമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോണം, റിയൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഒബ്ടൈൻഡ് ഓൺ എ സ്ക്രീൻ കേട്ടോ. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പതിപ്പിക്കാൻ പറ്റും കേട്ടോ. ഇറ്റ് ക്യാൻ ബി ഒബ്ടൈൻഡ് ഓൺ എ സ്ക്രീൻ. അതേ സമയത്ത് വിർച്വൽ ഇമേജിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരിക്കലും നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. ഒരിക്കലും ഒരു വിർച്വൽ ഇമേജിനെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. റിയൽ ഇമേജസിനെ മാത്രമേ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റൂ. അതിൻ്റെ കാരണം, റിയൽ ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയൽ ഇൻ്റർസെക്ഷൻ ഓഫ്
റേസും ആയിരിക്കും കേട്ടോ. കാരണം റേസ് ഡയറക്റ്റ്ലി, അതായത് ലൈറ്റ് റേസ് ഡയറക്റ്റ്ലി വന്ന് ഇൻഡസ്ട്രക്ട് ചെയ്ത് ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് ഇമേജ് ആണ് എന്തെന്ന് പറഞ്ഞാൽ റിയൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ. വിർച്വൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും എന്ത് ചെയ്യുക, ലൈറ്റ് റേ ഇൻഡസ്ട്രക്ട് ചെയ്ത് ഉണ്ടാവുന്നതല്ല. നമുക്ക് ഒരു പ്രത്യേക ഫിനോമിനൻ മൂലം അത് മീൻസ് ആ ഒരു മിററിൻ്റെ പുറവശത്തോട്ട് ആ ലൈറ്റ് പോകുന്നു എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നമുക്ക് ഈ പറയുന്നത് ആക്ച്വലി അവിടെ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ മിററിൻ്റെ പുറവിലായിരിക്കും ഫോം ചെയ്യുന്നത്. മിററിൻ്റെ ഫ്രണ്ടിൽ ഒരിക്കലും അതിന് ഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതിനെ സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയാത്തത്. സോ അത്രയും ഡീറ്റെയിലോട്ട് നിങ്ങൾ പോകേണ്ട. അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതാണ് ഇവിടുത്തെ മിറർ, ഇതാണ് ഇവിടുത്തെ മിറർ. ഈ മിററിൻ്റെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നു. ഇയാൾ ഇവിടുന്ന് ഒരു 10 മീറ്റർ ദൂരെയാണ് ഈ മിററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതെങ്കിൽ ഇയാളുടെ ഇമേജും എത്ര മീറ്റർ തന്നെ ആയിരിക്കും മക്കളെ? ഓർത്തോണം, എത്ര ആയിരിക്കും? 10 മീറ്റർ ആയിരിക്കും. ഓർത്തോണം, ഇയാൾ എത്ര ദൂരത്തോട്ടാണോ നിൽക്കുന്നത് അത്രയും ദൂരത്ത് തന്നെ ആയിരിക്കും ബിഹൈൻഡ് ദ മിറർ. മിററിൻ്റെ പുറകെ നിങ്ങളിപ്പോൾ കണ്ണാടി നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ തന്നെയാണോ നിങ്ങൾ ഇമേജ് വരുന്നത്? അല്ല, നമ്മുടെ കണ്ണാടിയുടെ ബാക്കിലാണ് നമ്മൾ ഇമേജ് വരുന്നത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് കേട്ടോ. സോ നമ്മുടെ കണ്ണാടിയുടെ ബാക്കിലായിരിക്കും ഇമേജ് വരുന്നത്. അത് എത്ര ആയിരിക്കും? എത്ര ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഉള്ളത് അത്രയും ഡിസ്റ്റൻസ് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് വീണ്ടും ഇങ്ങോട്ട് ബാക്കിലോട്ട് ഒരു 5 മീറ്ററും കൂടി മാറിയെന്ന് വിചാരിക്കും. 5 മീറ്ററും കൂടി മാറിയെന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഒബ്ജക്റ്റ് ആൻഡ് ദി ഇമേജ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ഇങ്ങനെ വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഓൾറെഡി ഇത് 10 ആയിരുന്നു അല്ലേ? അപ്പോൾ ഇത് കുറച്ചുകൂടി ബാക്കിലോട്ട് ആകുമ്പോൾ ഇത് മൊത്തത്തിൽ എത്ര ആവും? 15 ആവും അല്ലേ? അപ്പോൾ ഇത് 15 ആണെങ്കിൽ ഇതും ബാക്കിലോട്ട് എത്ര പോകണേ? ഇതും ബാക്കിലോട്ട് എത്ര പോകും? ഇതും ബാക്കിലോട്ട് എത്ര തന്നെ പോവും? ഇവിടെ ഇമേജ് ഇവിടെ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും എത്ര പോവും? 5 മീറ്റർ പോവും. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഇവിടെ 15 മീറ്റർ ആയിരിക്കും. ഇവിടെ എത്ര തന്നെ ആയിരിക്കും മക്കളെ? 15 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ്? ഇമേജ് ഒബ്ജക്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? ഇവിടാണ് ഒബ്ജക്റ്റ്, ഇവിടാണ് ഇമേജ്. എത്ര വരും? 15 + 15 എത്ര ആയിരിക്കും? 30 മീറ്റർ ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് റെയിൽവേ പോലുള്ള എക്സാംസിലും ഈവൻ നമ്മളെ സീജനിലൊക്കെ മെയിൻസിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഓർത്തോണം, ഒരു പ്ലെയിൻ മിററിൻ്റെ പ്രത്യേകത, പ്ലെയിൻ മിററിനകത്ത് ഫോം ചെയ്യുന്ന ഇമേജ് സെയിം സൈസ്ഡ് ഇമേജ് ആയിരിക്കും. ആൻഡ് അവരുടെ ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും രണ്ടും എന്ത് തന്നെ ആയിരിക്കും? സെയിം ആയിരിക്കും. മക്കളെ, സാധാരണ നമ്മൾ മിററിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ യു എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ മിററിൽ നിന്ന് ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വി എന്നുള്ള ലെറ്റർ കൊണ്ടായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ സ്കൂൾ ടൈമിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡെപ്തിലൊന്നും പോകാതിരിക്കുന്നത്. ഇനി ഇവിടെ മറ്റൊരു പ്രത്യേകത, ഒരു പ്ലെയിൻ മിററിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലെയിൻ മിററിൽ അല്ലെങ്കിൽ പൊതുവെ മിറേഴ്സിലെല്ലാം ഫോം ചെയ്യുന്ന ഇമേജസ് എന്ന് പറഞ്ഞാൽ അത് ലാറ്ററലി ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും കേട്ടോ. അതിനെ പറയുന്ന പേര് ലാറ്ററൽ ഇൻവേർഷൻ എന്നാണ്. ഉദാഹരണം പറയാം, നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നോക്കുക. നിങ്ങൾ ഇടത്തെ കയ്യിലാണ് വാച്ച് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കണ്ണാടിയിൽ അത് എന്തായിട്ട് മാറും? വലത്തെ കൈയിലായിട്ട് മാറും അല്ലേ? ഇപ്പം നമ്മൾ ബി എന്നുള്ള ലെറ്റർ എഴുതി ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതുന്ന ബിയുടെ നേരെ ഒന്ന് മറിഞ്ഞിട്ടായിരിക്കും എന്താ കാണുന്നത്. അതായത് ലെഫ്റ്റ് റൈറ്റും റൈറ്റ് ലെഫ്റ്റുമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലാറ്ററൽ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. സോ ഒരു മിറർ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. ഇത് ഓർത്ത് വെച്ചോണം, ഈ ടേം ഓർത്ത് വെച്ചോണം. ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ ലാറ്ററലി ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും ഇത് ഫോം ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ, മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ ഓർത്തോണം, എത്ര ടൈംസ് ആണ് ഇമേജ് വലുതാവുക അല്ലെങ്കിൽ ചെറുതാവുക എന്നുള്ളതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ 2 ആണ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്, ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് എക്സ് ആണെങ്കിൽ അവിടുത്തെ ഇമേജിൻ്റെ ഹൈറ്റ് എത്ര ആവുന്നതാണ്? 2x ആവുമെന്നാണ് അതിൻ്റെ മീനിങ്. അതാണ് ഈ 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ 3 ആണെങ്കിൽ, ഒബ്ജക്റ്റിൻ്റെ വാല്യൂ എക്സ് ആണെങ്കിൽ ഇത് എത്ര വരും? ഇമേജ് എത്ര ആയിരിക്കും? 3x ആയിരിക്കും. അപ്പോൾ അത് എത്ര ടൈംസ് ആ ഒബ്ജക്റ്റിനെ ഇമേജ് ആക്കി കൂട്ടുന്നുണ്ട്, എത്ര ടൈംസ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് മാഗ്നിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഓർത്തോണം, ഇത് മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്. ഇത് മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും പ്ലെയിൻ മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും കോൺകേവ് മിറർ ആണെങ്കിലും ഏത് ടൈപ്പ് മിറർ ആണെങ്കിലും മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ അർത്ഥം അത്
നേരെ നിൽക്കുന്ന ഇമേജ് ആണെന്നാണ് കേട്ടോ. മാഗ്നിഫിക്കേഷൻ വാല്യൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് നേരെ നിൽക്കുന്ന ഇമേജ് ആണെന്നാണ്. നേരെ നിൽക്കുന്ന ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഓർത്തോണം, ഇറക്റ്റ് അല്ലെങ്കിൽ അപ്രൈറ്റ് ഇമേജ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്ത് ഇമേജ് ആയിരിക്കും? വെർച്വൽ ഇമേജ് ആയിരിക്കും. ക്ലിയറാ? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് എന്താണെങ്കിൽ അപ്രൈറ്റ് ഇമേജ് ആയിരിക്കും. അപ്രൈറ്റ് ഇമേജ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും എന്ത് ഇമേജ് ആയിരിക്കും? വെർച്വൽ ഇമേജ് ആയിരിക്കും. ഇനി നമ്മളൊരു പ്ലെയിൻ മിററിൻ്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ വാല്യൂ +1 ആണ് കേട്ടോ. മാഗ്നിഫിക്കേഷൻ വാല്യൂ എത്ര മക്കളെ? +1 ആണ്. 1 ആണ് മിററിൻ്റെ കേസിൽ, അല്ലെങ്കിൽ +1 ആണ് മിററിൻ്റെ കേസിലുള്ള മാഗ്നിഫിക്കേഷൻ. അതായത് മിററിൻ്റെ ഇമേജിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും സൈസ് എന്താണ്? സെയിം ആണ്. അത് ഒരു ടൈംസ് മൾട്ടിപ്ലൈ ആയി പോകുന്നില്ല. അത് എത്ര? ഒരു ടൈംസ് എന്ന് ഉദ്ദേശിച്ച് 2 ടൈംസ് 3 ടൈംസ് 4 ടൈംസ് ആവുന്നില്ല. ബട്ട് എന്തായിരിക്കും? സെയിം സൈസാണ്. സെയിം സൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1. അതുകൊണ്ടാണ് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എത്ര വന്നത് മക്കളെ? 1 എന്നുള്ള വാല്യൂ മാഗ്നിഫിക്കേഷന് വന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്തിരുന്നോണം. വെറും 1 അല്ല, +1. -1 എന്ന് പറഞ്ഞാൽ ഈ മാഗ്നിഫിക്കേഷൻ മൈനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ -1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് സെയിം സൈസ് ഇമേജ് തന്നെ ആയിരിക്കും, പക്ഷെ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? താഴോട്ടാണ്. അത് നമുക്ക് ആ സൈൻ കൺവെൻഷൻ വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവിടെ പറഞ്ഞുതരാം. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയും പ്ലെയിൻ മിററിനെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ മക്കളെ. ഇനി നമുക്കുള്ളത് സ്പെറിക്കൽ മിറേഴ്സാണ്. സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് സ്പെറിക്കൽ മിറേഴ്സ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ അതാണ്ട് നമ്മളിവിടെ ഉള്ള ഏത് കോൺകേവ് മിറേഴ്സ് ആണ്. ഒന്ന് നമ്മുടെ കോൺകേവ് മിറേഴ്സ് ആണ്. ഇതാണ് നമ്മുടെ കോൺകേവ് മിറേഴ്സ്. 2 കോൺവെക്സ് മിറേഴ്സ്. കോൺകേവ് മിറർ, കോൺവെക്സ്. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇതാ ഇങ്ങനെ ഇവിടെ വന്ന് കയറും കണ്ടോ. ഇങ്ങനെ ലൈറ്റ് കയറിയിട്ട് ഇതാ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോകും കണ്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഒരു ഫോക്കസ് എന്നുള്ള പോയിന്റിലേക്ക് വന്ന് മതി. ഇനി കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ തെറിച്ചു പോകും കണ്ടോ. ഇതെപ്പോഴും ഡയറക്റ്റ് ടുവേർഡ്സ് ദി ഫോക്കസ് ആയിരിക്കും കണ്ടോ. ഇങ്ങനെ ആയിരിക്കും ഇത് പോകുന്നത്. സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് വരുമ്പോൾ പറയാം എങ്ങനെയാണ് ഇത് പോകുന്നതെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് പറയാം. അതിനു മുമ്പ് ഈ മിറേഴ്സിനകത്ത് ഉള്ള 1-2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഒരു മിറർ എന്ന് പറയുന്നത് ഇതൊരു വലിയൊരു ഒരു സ്പിയറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. ഈ ഒരു മിറർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ബിഗ് സ്പിയർ. ഒരു വലിയ സ്പിയറിൻ്റെ പാർട്ടാണ് ഈ മിറർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഓർത്തോണം, ഏത് വലിയ ഒരു സ്പിയറിൻ്റെ പാർട്ടാണോ ആ സ്പിയറിൻ്റെ സെൻറ്ററാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്, സി എന്ന് വിളിക്കുന്നത്. ദെൻ ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഒത്ത നടുക്കാണ് ആര് നിൽക്കുന്നത്? ഫോക്കസ് നിൽക്കുന്നത് കേട്ടോ. സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഒത്ത നടുക്കാണ് ഫോക്കസ് നിൽക്കുന്നത്. ആൻഡ് ഇനി ഈ ഒരു മിററിന് ഒരു സെൻറ്റർ ഉണ്ടാക്കി, അതായത് ഈ മിററിന് ഒരു സെൻറ്റർ ഉണ്ടാക്കി, ആ മിററിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പോൾ എന്ന് വിളിക്കുക. ആ മിററിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോൾ എന്ന് വിളിക്കുന്നത്. ഇനി ഓർത്തോണം, എല്ലാ ഡിസ്റ്റൻസസും നമ്മളെപ്പോഴും പോളിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അതായത് പോളിൽ നിന്ന് എത്ര ദൂരം ലെഫ്റ്റിലോട്ട്, പോളിൽ നിന്ന് എത്ര ദൂരം റൈറ്റിലോട്ട്, ഈ രീതിയിലായിരിക്കും നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. സോ പോളിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ സ്മോൾ എഫ് എന്ന് വിളിക്കുന്നത്. ആ സ്മോൾ എഫ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അവിടുത്തെ ഫോക്കൽ ലെങ്ത് ആണ്. സ്മോൾ എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ്. ദെൻ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോൾ വരെയുള്ള ദൂരം, അല്ലെങ്കിൽ പോളിൽ നിന്ന് സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ ആർ എന്ന് വിളിക്കുന്നത്. ഇതാണ് ആർ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടുന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെയും സെയിം തന്നെയാണ്. ഇവിടെ മിറർ മാറി എന്നുള്ളതേ ഉള്ളൂ, ബാക്കി ടെർമിനോളജി എല്ലാം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഇനി ഓർത്തോണം, ഈ റേഡിയസ് ഓഫ് കർവേച്ചറും നമ്മുടെ ഫോക്കൽ ലെങ്തും നമ്മൾ ഒരു ബന്ധമുണ്ട്. ആർ ഇസ് ഈക്വൽ ടു 2 times എഫ്. മകൾ ഓർത്തോണം, ഫോക്കൽ ലെങ്ത് 10 ആണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര ആയിരിക്കും? 20 ആയിരിക്കും. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്തിരുന്നോ. ഫോക്കൽ ലെങ്ത് എഫ് ആണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര ആയിരിക്കും? റേഡിയസ് ഓഫ് കർവേച്ചറിന് നമ്മൾ ക്യാപിറ്റൽ ആർ എന്നും പറയാറുണ്ട്, സ്മോൾ ആറും പറയാറുണ്ട്. ഏതാണോ തന്നിരിക്കുന്നത് നിങ്ങൾ അതങ്ങ് എഴുതിയാൽ മതി. റേഡിയസ് ഓഫ് കർവേച്ചർ ആർ ഇസ് ഈക്വൽ ടു അതിൻ്റെ ഫോക്കൽ ലെങ്തിൻ്റെ ട്വൈസ് ആയിരിക്കും. ഫോക്കൽ ലെങ്തിൻ്റെ ഇരട്ടി ആയിരിക്കും എപ്പോഴും എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ വേണം. എഫ് ഇസ് ഈക്വൽ ടു ആർ, ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എഫ് ഇസ് ഈക്വൽ ടു ആർ അല്ല, സോറി, ആർ ഇസ് ഈക്വൽ ടു 2F.
R is equal to R is equal to 2F എന്ന് പറഞ്ഞു. ഈ ഫോമുല എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. R is equal to 2F എന്ന് പറയുന്ന ഫോമുല. ഇനി നമുക്കൊരു കോൺകേവ് മിററിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അകത്തോട്ട് ബൾജ് ചെയ്തിരിക്കുന്ന മിററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺകേവ് മിറർ എന്ന് വിളിക്കുന്നത്. ഇതാണ് കോൺകേവ് മിറർ. കണ്ടോ, ഒരു കോൺകേവ് മിററിൻ്റെ പ്രത്യേകത, ഏതൊരു റേ ഓഫ് ലൈറ്റും പാരലായിട്ട് അതിൻ്റെ നടുക്കൂടി, ഞാൻ പറയാൻ വിട്ടുപോയി, ഇനി പോളും സെൻറ്റർ ഓഫ് ആക്സിസും എല്ലാം കൂടി ചേർന്ന് നമ്മൾ വരയ്ക്കുന്ന, സെൻറ്റർ ഓഫ് കർവേച്ചറും എല്ലാം കൂടി നമ്മൾ വരയ്ക്കുന്ന ആ മിററിൻ്റെ നടുക്കൂടി വരയ്ക്കുന്ന ഈ ഒരു ലൈനെയാണ് നമ്മൾ വിളിക്കുന്നത് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന്. ഇതിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കോൺകേവ് മിററിൻ്റെ പ്രത്യേകത, ഒരു കോൺകേവ് മിററിലൂടെ കോൺകേവ് മിററിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഏതൊരു ലൈറ്റ് റേ വന്നാലും അത് എങ്ങോട്ട് പോകെ ഈ ഫോക്കസിലേക്ക് വന്ന് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. കേട്ടോ, ഫോക്കസിലേക്ക് വന്ന് കൺവേർജ് ചെയ്യും. ഇങ്ങനെ കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ മിററിനെ നമ്മൾ വിളിക്കുന്ന പേര് കൺവേർജൻ്റ് മിറർ എന്നാണ്. കേട്ടോ, ഇങ്ങനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? കൺവേർജൻ്റ് മിറർ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മളൊരു സൈൻ കൺവെൻഷൻ ഉണ്ട്, അത് നമ്മൾ അപ്പുറത്ത് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. എങ്കിലും ഫോർ ദ ടൈം ബീയിങ് ഞാൻ അതങ്ങ് പറയുവാണ്. അതായത് നമ്മളെ എല്ലാ ഡിസ്റ്റൻസും എടുക്കുന്നത് എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞു, പോളിൽ നിന്നാണ് എല്ലാ ഡിസ്റ്റൻസും എടുക്കുന്നത്. പോർത്തോളം പോളിൻ്റെ ലെഫ്റ്റിലോട്ട് പോകുന്ന എല്ലാ വാല്യൂവും നെഗറ്റീവാണ്, പോളിൻ്റെ റൈറ്റിലോട്ട് പോകുന്ന എല്ലാ വാല്യൂവും പോസിറ്റീവാണ്, പോളിന് മുകളിലേക്ക് പോകുന്ന എല്ലാ വാല്യൂവും പോസിറ്റീവാണ്, പോളിന് താഴേക്ക് പോകുന്ന എല്ലാ വാല്യൂവും നെഗറ്റീവാണ്. സോ ഇവിടുത്തെ ഫോക്കസ്, അതായത് ഒരു കൺവേർജൻ മിററിൻ്റെ അല്ലെങ്കിൽ ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കസ് പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫോക്കസ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അതിൻ്റെ ഫോക്കസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആകാൻ കാരണം, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സീറോക്കാളും ചെറുതെന്നുള്ളതല്ല, പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഫോക്കസ് നിൽക്കുന്നത് എന്നുള്ള ഒരു വാല്യൂ ആണ് ഈ നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സീറോക്കാളും ചെറിയൊരു വാല്യൂ നമുക്ക് ഒരിക്കലും ഫോക്കൽ ലെങ്ത് കൊടുക്കാൻ പറ്റില്ല. ബട്ട് ദ മൈനസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി ഫോക്കസ് ഈസ് സിറ്റുവേറ്റഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി പോൾ. ഫോക്കസ് എന്ന് പറഞ്ഞാൽ പോളിൻ്റെ ലെഫ്റ്റിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ആ നെഗറ്റീവ് വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്തോണം, കൺവേർജന്റ് മിറർ ഈസ് ഹാവിങ് എ നെഗറ്റീവ് ഫോക്കസ്. ഓർത്തോണം, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പോയിൻ്റായിട്ടൊക്കെ ചോദ്യം കേട്ടോ, ഈ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം. ഇനി ഇതിനകത്ത് നമുക്കുള്ളത് ഇതിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷൻസ്. ഇത് പല പൊസിഷൻസ് ഉണ്ടല്ലേ. ഇതാ ഇവിടെ ബിയോണ്ട് സി എന്നൊരു പൊസിഷനുണ്ട്, സിക്ക് ബിയോണ്ടായിട്ട് ഇവിടെ ഒരു പൊസിഷനുണ്ട്, അറ്റ് സി എന്നുള്ളൊരു പൊസിഷനുണ്ട്, ബിറ്റ്വീൻ സി ആൻഡ് എഫ് എന്നൊരു പൊസിഷനുണ്ട്, ബിറ്റ്വീൻ എഫ് ആൻഡ് പി എന്നൊരു പൊസിഷനുണ്ട്. ഇത്രയും പൊസിഷനിലുള്ള ഇമേജ് ഫോർമേഷൻ എല്ലാം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ വളരെ നല്ലതാണ്. അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ പറയാം. ഇതെല്ലാം നമുക്ക് വരച്ച് കാണിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. നിങ്ങളെ ടെക്സ്റ്റ് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങളെല്ലാം കൂടി വരച്ച് കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഇവിടെ ആയിരിക്കും, ഫോക്കസിലായിരിക്കും വരുന്നത്. ഇതെപ്പോഴും ഒരു പോയിന്റ് സൈസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കേട്ടോ, പോയിന്റ് സൈസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. എന്താണ്? ഇറ്റ്സ് റിയൽ ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും, എക്സ്ട്രീംലി ഡിമിനിഷ്ഡ് സൈസ് ആയിരിക്കും ഇതിൽ വരുന്നത്. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇതെവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ സോളാർ ഫർണസ് ഒക്കെ ഇല്ലൂടെ, അത് നമ്മൾ ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്കും ഞാനവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ സോളാർ ഫർണസ് പോലുള്ള ആപ്ലിക്കേഷനിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോണം, അറ്റ് എഫിൽ പോയിന്റ് സൈസിലായിരിക്കും വരുന്നത്. പിന്നെ ബാക്കി ഇതൊക്കെ എന്ന് വെച്ചാൽ പല പല ആപ്ലിക്കേഷൻ ഉണ്ട്. ബിയോണ്ട് സി എന്ന് പറയുമ്പം അതിൻ്റെ എവിടെയാണ് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും, ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആയിരിക്കും ഇത് വരുന്നത്. ആ റിയൽ ഇൻവേർട്ടർ ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. അത് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതല്ല. പിന്നീട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അറ്റ് ദി സെൻറ്റർ ഓഫ് കർവേച്ചർ. മക്കളെ, അറ്റ് ദി സെൻറ്റർ ഓഫ് കർവേച്ചറിൽ വരുന്ന ഇമേജിൻ്റെ പ്രത്യേകത അത് ദ സെയിം സൈസ്ഡ് ഇമേജ് ആയിരിക്കും. ഇത് ഓർത്തോണം, ഇത് സെയിം സൈസ്ഡ് ഇമേജ് ആയിരിക്കും. മക്കളെ, ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഓർത്തോണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. വാട്ട് ഈസ് മാഗ്നിഫിക്കേഷൻ ഓൺ എ കോൺകേവ് മിറർ when the object is placed at the center of curvature? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് ചോദിച്ചാൽ -1 ആണ്. കാര്യം ഇത് സെയിം സൈസ്ഡ് ഇമേജ് ആണ്. മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇത് എങ്ങോട്ടാണ്? ഇത് താഴോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചോദിക്കാം, ഇവിടുത്തെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം?
-10 സെൻറ്റിമീറ്റർ എന്ന് വേണം നിങ്ങൾ എഴുതാൻ. കാരണം 10 തന്നെ ആയിരിക്കും, സെയിം സൈസിലായിരിക്കും, പക്ഷേ ഇവിടെ മൈനസ് എന്നുള്ള വാല്യൂ നിങ്ങൾ കൊടുത്തിരിക്കണം. കാരണം ഒരു കോൺകേവ് മിററിൻ്റെ മെജോറിറ്റി ഓഫ് ഇമേജസും എങ്ങനെ ആയിരിക്കും, അത് ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ആയിരിക്കും. എപ്പോഴും തല തിരിഞ്ഞതും റിയൽ ആണ്. ഞാൻ പറയും ഇൻവേർട്ടഡ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും റിയൽ ഇമേജ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വാല്യൂ കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഈ ഒരു കാര്യം, ഇത് സെയിം സൈസ് ഇമേജ് ആണ്, മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ അടുത്തൊന്നും ഈ നേരത്തെ പറഞ്ഞ കണക്ക് ഇത് ജസ്റ്റ് ഒരു ഇമേജ് ഫോർമേഷൻ, ഇതിൻ്റെ ബിറ്റ്വീൻ ആണ്. ഇത് ബിയോണ്ട് സിയിലായിരിക്കും ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അറ്റ് എഫ് ഫോക്കസിൽ വെക്കുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും? ഈ ഫോക്കസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്ന എവിടെ ആയിരിക്കും? ഇവിടെ അറ്റ് ഇൻഫിനിറ്റിയിലായിരിക്കും. അതായത് നമ്മളെ വണ്ടികളിലൊക്കെ യൂസ് ചെയ്യുന്ന റിഫ്ലക്റ്റേഴ്സ് ഇല്ലേ, ലൈറ്റിൻ്റെ റിഫ്ലക്റ്റേഴ്സ് ഇല്ലേ, ആ റിഫ്ലക്റ്റേഴ്സിൻ്റെ ഈ ഫോക്കസിലായിരിക്കും കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നത്, ഈ ബൾബ് വെക്കുന്നത്. അപ്പോൾ ഫോക്കസിൽ ബൾബ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് ദൂരത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. സോ ഇവിടെ ഓർത്തോണം, ലൈറ്റിൻ്റെയൊക്കെ റിഫ്ലക്റ്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനാണ്. നമ്മളെ ബൾബ് കൊണ്ടുവന്ന് എവിടെ വെക്കും? ഫോക്കസ്, ആ ഒരു റിഫ്ലക്റ്ററിൻ്റെ ഫോക്കസിൽ കൊണ്ടുവെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ബൾബ് ഇങ്ങനെ ലൈറ്റ് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. സോ അതിൻ്റെ ആപ്ലിക്കേഷനാണ് ഇവിടെ ഉള്ളത്. ഇനി ഏറ്റവും ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇതാണ് ഏറ്റവും ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മാറി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇമേജ് ആണ് എന്ത്? ഈ ഒരു ഇമേജ്. ഈ ഒരു എവിടെ ആയിരിക്കും? ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. എഫിനും പോളിനും ഇടയ്ക്ക്, ഫോക്കസിനും പോളിനും ഇടയ്ക്കുള്ള ഈ ഒരു പൊസിഷൻ. ഈ ഒരു പൊസിഷനിൽ മാത്രമാണ് ഈ ഇമേജ് ഇമേജ് ഫോം ചെയ്യുന്നത്? വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ഫോം ചെയ്യുന്നത് ഇവിടെ മാത്രമായിരിക്കും. ഈ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഷേവിങ് മിറേഴ്സിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷേവിങ് മിറേഴ്സിലാണ് ഈ ഒരു ടൈപ്പ് നമ്മളെപ്പോഴും കാണുന്നത്. അതായത് നമ്മൾ ഷേവിങ് മിററിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം വളരെ എൻലാർജ്ഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഉണ്ടാകുന്ന ഒരു വിർച്വൽ ഇമേജ് ആണെങ്കിലും ഇത്രയും ചെറിയ ഒബ്ജക്റ്റിൻ്റെ വളരെ വലിയ ഒരു ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. സോ വളരെ എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അതാ നോക്കിയോ, ഇറ്റ് ഈസ് ഫോണ്ട് ബിഹൈൻഡ് ദ മിറർ. ഈ ഒരൊറ്റ കേസിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ബിഹൈൻഡ് ദ മിററിൻ്റെ പുറവിൽ എന്ത് ചെയ്യത്തുള്ളൂ? ഇത് ഫോം ചെയ്യത്തുള്ളൂ. ബാക്കി എല്ലാ കേസിലും എന്താണ്? വിർച്വൽ ആൻഡ് ഇറക്റ്റ് അല്ല. സോ ബാക്കി എല്ലാ കേസിലും റിയൽ ഇൻവെർട്ടഡ് ആണ്. ഇത് റിയൽ ഇൻവെർട്ടഡ് ആണ്. ഈ ഒരൊറ്റ കേസിൽ ബിഹൈൻഡ് എഫ് ആൻഡ് പി, ഫോക്കസിനും പോളിനും ഇടയ്ക്കുള്ള ഈ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ എന്തുള്ളൂ? വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ഫോം ചെയ്യത്തുള്ളൂ. പുറത്തോളം അത് മാഗ്നിഫൈഡ് ഇമേജ് ആണ്. ഇത് ഉപയോഗിക്കേണ്ട എവിടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ യൂസ് ചെയ്യുന്ന മിറേഴ്സിലാണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ആ പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അറ്റ് ഇൻഫിനിറ്റി, അറ്റ് സി ആൻഡ് ബിഹൈൻഡ് മിറർ. ഇവിടെ മാത്രം മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഈ ഒരു കേസിൽ മാത്രം മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ബാക്കി എല്ലായിടത്തും മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ്, മാഗ്നിഫിക്കേഷൻ വാല്യൂ എല്ലായിടത്തും നെഗറ്റീവ് ആയിരിക്കും. എവിടെ? ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റ് കേസിൽ മാത്രമേ എന്തുള്ളൂ? പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഓർമ്മയിൽ വെച്ചേക്കുക. ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഷേവിങ് മിറേഴ്സ് കണ്ടോ. ഷേവിങ് മിറേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യും കണ്ടോ. ഷേവിങ് മിറേഴ്സിൻ്റെ പ്രത്യേകത, നമുക്ക് വളരെ എൻലാർജ്ഡ് ആയിട്ടുള്ളൊരു പോർഷൻ, നമ്മൾ എവിടെയാണോ ഷേവ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് നമ്മൾ വളരെ എൻലാർജ്ഡ് ആയിട്ടുള്ളൊരു ഇമേജ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് വിസിബിളായിട്ട് നമ്മൾ സൂം ചെയ്ത് കട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും. സോ അതാണ് ഷേവിങ് മിറേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഞാൻ പറഞ്ഞു റിഫ്ലക്റ്റേഴ്സ് ഓഫ് ഹെഡ് ലൈറ്റ്. അറ്റ് ഫോക്കസിലായിരിക്കും, ഇതിൻ്റെ ഫോക്കസിലായിരിക്കും ഇതിൻ്റെ ബൾബ് കൊണ്ടുവന്ന് വെക്കുന്നത്. സോ റിഫ്ലക്റ്റേഴ്സിൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ENTയുടെ ഹെഡിലൊക്കെ നമ്മൾ കാഴ്ച പുള്ളിക്കാരന് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ചെവി വായൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി അവിടെ യൂസ് ചെയ്യുന്ന ഒരു മിറർ എന്ന് പറഞ്ഞാൽ ENTs യൂസ് ചെയ്യുന്ന മിറർ എന്ന് പറയുന്നത് എന്തെല്ലാം? അതും ഒരു കോൺകേവ് മിററാണ്. ദെൻ നമ്മുടെ ഈ മൈക്രോസ്കോപ്പിൻ്റെ ഏറ്റവും ബേസിലുള്ള ഒരു മിററുണ്ട്. ആ മിറർ എന്ന് പറയുന്നത് എന്താണ്? കോൺകേവ് മിററാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അറ്റ് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ഡെൻറ്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന, നമ്മുടെ പല്ലിൻ്റെ അകവശം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ മിറേഴ്സും എല്ലാം ഡെൻറ്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന മിറേഴ്സും എന്താണ്? കോൺകേവ് മിറേഴ്സാണ്. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോളാർ കുക്കർ. അതായത് ഇത് പറഞ്ഞു, ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന എല്ലാ ലൈറ്റ് റേസും എവിടെയാണ്? ഫോക്കസിലായിരിക്കും വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്.
സോ അങ്ങനെ ആ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു കുക്കർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത്രയും ഹീറ്റ് ഒരു പോയിന്റിലേക്ക് ട്രാപ്പ് ആവുകയും ചെയ്യും, നമ്മളെ ഫുഡ് മെറ്റീരിയൽസ് ബേൺ ചെയ്തെടുക്കാനും പറ്റും. സോ ഈ ഒരു ആപ്ലിക്കേഷൻസ് എല്ലാം എന്തുണ്ട്, ഒരു കോൺകേവ് മിററിനകത്ത് പോസിബിൾ ആണ്. ഇവിടൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കോൺകേവ് മിറേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ കോൺകേവ് മിറേഴ്സിൻ്റെ ഇമേജിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ സൈൻ കൺവെൻഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു, അതിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു. ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് മെയിൻ. ആപ്ലിക്കേഷൻസ് ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ മക്കളെ. ഇനി നമുക്ക് ഉള്ള ഒരു ടൈപ്പ് മിററാണ് എന്തെന്ന് പറഞ്ഞത്, കോൺവെക്സ് മിറർ എന്ന് പറയുന്ന ടൈപ്പ് കേട്ടോ. കോൺവെക്സ് മിറേഴ്സ് നമ്മളെ കോൺവെക്സ് മിറർ, നമ്മൾ നേരത്തെ കോൺകേവ് മിററിനെ നമ്മൾ കൺവേർജൻ മിറർ എന്ന് വിളിച്ചെങ്കിൽ, കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ലൈറ്റ് റേ അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുവാണെങ്കിൽ അതെന്ത് ചെയ്യും, ആ നടുക്കോട്ട് പോകത്തില്ല, പകരം ഡിഫ്ലക്ട് ചെയ്ത് ദൂരോട്ട് പോകും. ആ ഡിഫ്ലക്ട് ചെയ്യുന്ന ദൂരോട്ട് പോകുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ് ദി ഫോക്കസിലേക്ക് തന്നെ ആയിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആ ലൈറ്റ് ആക്ച്വലി എന്ത് ചെയ്യും, വെളിയിലോട്ട് തെറിച്ചായിരിക്കും. കാരണം മിറർ തുളച്ച് അകത്തോട്ട് പോകാൻ പറ്റില്ല ലൈറ്റിന്. കാരണം മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണ്, ഒരിക്കലും ലൈറ്റിന് അകത്തോട്ട് അത് കടത്തി വിടില്ല. സോ അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഇവിടുന്ന് തെറിച്ച് വെളിയിലോട്ട് പോകത്തേ ഉള്ളൂ. ആ വെളിയിലോട്ട് പോകുന്ന പക്ഷേ എന്തിനെ ഡയറക്റ്റ് ചെയ്തിട്ടായിരിക്കും, ആ ഫോക്കസിൻ്റെ ആ ഒരു ഡയറക്ഷനിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, വെളിയിലോട്ട്. അല്ല വെറുതെ അങ്ങോട്ടും പോകത്തില്ല. ഇവിടുന്ന് ഈ പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു ലൈറ്റ് റേ വന്ന് ഇങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് വെറുതെ പോകത്തില്ല. ഇതെപ്പോഴും എന്ത് ചെയ്യും, ഇതാ ഈ ഒരു ഫോക്കസിനെ ഡയറക്റ്റ് ചെയ്ത് ഇങ്ങനെ പോകത്തുള്ളൂ. അല്ല ഇത് ചുമ്മാ ഇങ്ങനെയൊന്നും വെറുതെ ഒന്നും പോകത്തില്ല കേട്ടോ. ഇതെല്ലാം കാരണം എന്താണ്, ഇതെല്ലാം ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ നമ്മൾ നേരത്തെ തുടങ്ങി അറ്റ് സി, ബിറ്റ്വീൻ സി, ബിയോണ്ട് സി, ബിറ്റ്വീൻ എഫ് ആൻഡ് ബി, ഇങ്ങനത്തുള്ള പരിപാടി ഒന്നുമില്ല. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ഇമേജസും, all types of images without any exception, all type of images, എല്ലാ ടൈപ്പ് ഓഫ് ഇമേജസും ഓർത്തോണം, വിർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും ആൻഡ് ഡിമിനിഷ്ഡ് ആയിരിക്കും. ഇവിടുത്തുള്ള എല്ലാ വിത്തൗട്ട് എനി എക്സെപ്ഷൻസ് ഇവിടെ വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഇമേജ് ഫോർമേഷൻ എന്താണ്, വിർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും കേട്ടോ. അപ്പോൾ റിഗാർഡ്ലെസ് ഓഫ് ദി ഒബ്ജക്റ്റ് പൊസിഷൻ, ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എവിടെ ഇരുന്നാലും ഇതുണ്ടാകുന്ന എപ്പോഴും എവിടെ ആയിരിക്കും, ഈ പറഞ്ഞ കണക്ക് ബിറ്റ്വീൻ എഫ് ആൻഡ് എഫിനും പിയുടെയും ഇടയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റി എന്ന് വരുവാണെങ്കിൽ എഫിൽ തന്നെ ആയിരിക്കും. അത് നിങ്ങൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിപ്പോഴും ഓർക്കേണ്ട കാര്യം, എല്ലായ്പ്പോഴും ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ വിർച്വൽ ഇമേജ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും, ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, സ്മോളർ സൈസ്ഡ് ഇമേജ് ആയിരിക്കും. അപ്പോൾ വിർച്വൽ, ഇറക്റ്റ്, ഡിമിനിഷ്ഡ് ആൻഡ് സ്മോളർ സൈസ്ഡ് ഇമേജ് ആയിരിക്കും വിത്തൗട്ട് എനി എക്സെപ്ഷൻസ്. ഒരു എക്സെപ്ഷനും ഇല്ലാതെ ഇതിൻ്റെ എല്ലാ കേസസും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ആപ്ലിക്കേഷൻ ഒന്ന് ഓർത്തിരിക്കുക, എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. മെയിനായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാഫിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മിറേഴ്സാണ് കേട്ടോ, ട്രാഫിക് മിറേഴ്സ്. അപ്പോൾ ഈ മിറേഴ്സിൻ്റെ പ്രത്യേകത, ഇവിടെ ഉണ്ടാകുന്ന ഇമേജസ് എല്ലാം ട്രാഫിക് മിറേഴ്സ്, അല്ലെങ്കിൽ നമ്മളിതിനെ സെക്യൂരിറ്റി മിറേഴ്സ് എന്നൊക്കെ പറയും. സെക്യൂരിറ്റി മിററായിട്ടും ട്രാഫിക് മിറേഴ്സായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന ഏതാണ്, കോൺവെക്സ് മിറേഴ്സ് ആണ് കേട്ടോ, കോൺവെക്സ് മിറേഴ്സ് ആണ്. ആൻഡ് മക്കളെ ഈ മിറേഴ്സിൻ്റെ പ്രത്യേകത, നമ്മൾ കോൺകേവ് മിറേഴ്സിന് നമ്മൾ ഒരു ഇമേജിനെ ഭയങ്കര വലുതാക്കി കാണിക്കാമെന്നുണ്ടെങ്കിൽ, കോൺവെക്സ് മിററിൻ്റെ പ്രത്യേകത അത് എപ്പോഴും ചെറിയ ഇമേജസ് ആയിരിക്കും കാണിക്കും, വളരെ ചെറിയ ഇമേജസ് ആയിരിക്കും കാണിക്കുന്നത്. ആ ചെറിയ ഇമേജസ് ആണെങ്കിലും അവിടെ ഒരു വൈഡർ റേഞ്ച് ഓഫ് ഇമേജസ് കാണിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു വണ്ടിയുടെ മിററിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മിററിന് നമ്മൾ പറയുന്ന പേരെന്തോടെ, ഇതിനെ പറയുന്ന പേരെന്താ, നമ്മൾ വണ്ടികളിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു മിറർ അല്ലേ, ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് റിയർ വ്യൂ മിറർ എന്നാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ. അപ്പോൾ ഈ റിയർ വ്യൂ മിററിൻ്റെ പ്രത്യേകത എന്താ, അതാ ഈ ഒരു ചെറിയ പോർഷനിൽ ആ വണ്ടിയുടെ ബാക്കിലുള്ള ആ ഒരു വലിയൊരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അവിടെ ഉണ്ടാവുന്ന ഇമേജ് ചെറുതാണെങ്കിലും അത് ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നോളം, അതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ റിയർ വ്യൂ മിറർ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ ട്രാഫിക് ഇതിനാണെങ്കിൽ നമ്മളൊരു വളവ് വളയുമ്പം ആ വളവിൻ്റെ വെളിയിലുള്ള അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള കേർവിലൊക്കെ നമ്മൾ കാണപ്പെടുന്ന ഒരു ടൈപ്പിലുള്ള മിററാണ് എന്ത് മിററാണ് അത്, കോൺകേവ് അല്ല, കോൺവെക്സ് ആണ്, കോൺവെക്സ് മിററാണ്. കോൺകേവ് അല്ല, കോൺവെക്സ് ആണ്, മറക്കല്ലേ, കോൺവെക്സ് ആണ്. ഇപ്പോൾ ഒരു കോൺവെക്സ് മിററിൻ്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് വന്ന ഒരു മിസ്റ്റേക്കാണ്, കുഴപ്പമില്ല, അത് കോൺവെക്സ് ആയിക്കോണേ, കോൺകേവ് അല്ല, കോൺവെക്സ് കേട്ടോ.
ഇപ്പോൾ കോൺവെക്സ് മിററിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കോൺവെക്സ് മിറർ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ടൈപ്പ് കണ്ടോ, ഈ ഒരു ടൈപ്പിൽ എന്ത് ചെയ്യും, നമുക്ക് അവിടുത്തെ ഫുൾ റേഞ്ചും അവിടെയുള്ള ഒരു വൈഡർ വ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ക്ലിയർ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓർത്തോണം. ഒന്ന് എന്താണ്, അതിന് റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് ഈ പറയുന്ന ട്രാഫിക്കിലും സെക്യൂരിറ്റീസിലും ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു മിറേഴ്സും എന്താണ്, അതും കോൺവെക്സ് മിറേഴ്സ് ആണ്. ഓർത്തോണം, ഈ ഒരു കാര്യം ഓർത്തോണം. ഞാൻ വെട്ടിയേക്കുവാണ്, നിങ്ങൾക്ക് അയച്ചു തരുന്ന PDF-നകത്ത് നമ്മളിത് ക്ലിയർ ആയിട്ട് തന്നെ ആയിരിക്കും അയക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തോണം, അതെല്ലാം എന്താണ്, കോൺവെക്സ് മിറേഴ്സ് ആണ്. ഇനി അടുത്തെന്ന് വെച്ചാൽ നമ്മൾ മിറർ ഫോമുല അല്ലെങ്കിൽ മിറർ ഇക്വേഷൻ ആണ്. മിറർ ഇക്വേഷൻ അല്ലെങ്കിൽ മിറർ ഫോമുല ഓർത്തോണം. 1/f = 1/v + 1/u ആണ്. ഞാൻ പറഞ്ഞു 1/u എന്ന് പറഞ്ഞാൽ എന്താണ്, 1/u എന്ന് പറഞ്ഞാൽ അത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. 1/u എന്ന് പറഞ്ഞാൽ അത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഇതാണ് u. 1/u അല്ല, സോറി മക്കളെ, u എന്ന് പറഞ്ഞാൽ അത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ആൻഡ് v എന്ന് പറഞ്ഞാൽ ഇവിടാണ് ഇമേജ് ഫോം ചെയ്യുക, ഇതാണ് ഇമേജ് ഡിസ്റ്റൻസ് കേട്ടോ. u എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, v എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ഓർത്തോണം 1/v + 1/u = 1/f. ഈ ഒരു ഇക്വേഷൻ ഓർത്തുന്നതാണ്. 1/v + 1/u = 1/f എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. ആൻഡ് ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ്റെ ഫോമുല ഓർത്തോണം, hi/ho, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. hi/ho. m = മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആയിരിക്കും കേട്ടോ. hi/ho ആയിരിക്കും കേട്ടോ ഇവിടുത്തെ ഫോമുല. ആൻഡ് അല്ലെന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ്റെ വേറൊരു ഇക്വേഷൻ -v/u കേട്ടോ. ഇതുകൊണ്ടുള്ള വലിയ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും ഓർത്തോണം, -v/u ആണ് ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഫോമുല. ആൻഡ് മിറർ ഫോമുല എന്ന് പറഞ്ഞാൽ ഓർത്തോണം, ഇത് തെറ്റിച്ചേരും. 1/f = 1/v - 1/u എന്നൊക്കെ പറഞ്ഞു തരും. അല്ല, 1/v - 1/u വരുന്ന ലെൻസിലാണ്. അത് നമുക്ക് അവിടെ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഓർത്തോണം, 1/v + 1/u = 1/f എന്ന് പറഞ്ഞത് ലെൻസ് ഫോമുല അല്ല, അത് മിറർ ഫോമുലയാണ്. മിററിനകത്ത് വരുന്ന ഫോമുലയാണ് 1/v + 1/u = 1/f എന്ന് പറയുന്നത്. ആൻഡ് മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ആണ് -v/u. v/u അല്ല, -v/u. ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഇതാണ് മിറർ ഫോമുല എന്ന് പറയുന്നത്. ഞാൻ ഇനി ഒരു കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും ഞാൻ പറഞ്ഞു, രണ്ട് നമ്മുടെ മിറർ ഫോമുലയാണുള്ളത്. ഒന്ന് 1/v - 1/u = 1/f ഉം 1/v + 1/u = 1/f ഉം ആൻഡ് m = -v/u. കണ്ടോ, ഈ രണ്ട് ഫോമുലയാണ് നമുക്കുള്ളത്. m = -v/u. ഈ രണ്ട് ഫോമുലയ്ക്കകത്ത് നമ്മൾ എന്തൊക്കെയാണ് പോസിറ്റീവ് എന്തൊക്കെയാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് എടുക്കാം. നോക്കുക, ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം, നമ്മൾ സൈൻ കൺവെൻഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. എപ്പോഴും ലൈറ്റ് റേ എന്ന് പറയുന്നത് എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. എപ്പോഴും ലൈറ്റ് റേ ഓൾവേസ് മൂവ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, സാർ ലൈറ്റ് റേ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വന്നുകൂടെ എന്ന്. ഉറപ്പായിട്ടും വരാം. പക്ഷേ നമുക്ക് ചില കൺവെൻഷനും നമ്മൾ ചില സയൻസും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് യൂണിവേഴ്സലാവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൺവെൻഷൻ ലൈറ്റ് റേ ഓൾവേസ് മൂവ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലൈറ്റ് റേ എല്ലായ്പ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെച്ചോണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ് റേ ഓൾവേസ് മൂവ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ലൈറ്റ് റേ മൂവ് ചെയ്യുന്നത്. ആൻഡ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ് ഓൾവേസ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി പോൾ. എല്ലായ്പ്പോഴും ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ഇവിടെ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടായിരിക്കും ഒബ്ജക്റ്റ് വരുന്നത്. എന്താ, ഇവിടുന്ന് എപ്പോഴും ലെഫ്റ്റിലായിരിക്കും ഒബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ എപ്പോഴും യു ഈസ് ഓൾവേസ് ടേക്കൺ ആസ് നെഗറ്റീവ്. എപ്പോഴും നോക്കിക്കോണം, എല്ലായിടത്തും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, അത് മിറർ ആയിക്കോട്ടെ, ലെൻസ് ആയിക്കോട്ടെ, കോൺവെക്സ് മിറർ ആയിക്കോട്ടെ, കോൺവെക്സ് ലെൻസ് ആയിക്കോട്ടെ, കോൺവെക്സ് മിറർ ആയിക്കോട്ടെ, പ്ലെയിൻ മിറർ ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് മിറർ വന്നാലും യുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാര്യം യു എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ലെഫ്റ്റിൽ പ്ലേസ് ചെയ്യത്തുള്ളൂ. യുടെ വാല്യൂ ഓൾവേസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓർത്തണം. ഒന്ന്, ഇക്വേഷൻ 1/v + 1/u = 1/f. 2, m = -v/u. 3, u is always taken negative without any exception, any mirrors. എന്ത് മിറർ ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഓഫ് മിറർ ആയിക്കോട്ടെ, വെദർ ഇറ്റ് ഈസ് പ്ലെയിൻ, കോൺവെക്സ് ഓർ സ്പെറിക്കൽ മിറേഴ്സ്, എന്ത് ടൈപ്പ് ഓഫ് മിറർ ആണെങ്കിലും യു ഇസ് ഓൾവേസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ആ ഒരു കാര്യം കൂടി ഓർത്തിരുന്നോണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
പോളിൻ്റെ ലെഫ്റ്റിലോട്ട് നെഗറ്റീവ്, പോളിൻ്റെ റൈറ്റിലോട്ട് പോസിറ്റീവ്, പോളിൻ്റെ മുകളിലോട്ട് പോസിറ്റീവ്, പോളിൻ്റെ താഴേക്ക്. നമ്മുടെ നമ്പർ സിസ്റ്റം പോലെ തന്നെയാണ്. 0യുടെ ലെഫ്റ്റിലോട്ട് നെഗറ്റീവ്, 0യുടെ റൈറ്റിലോട്ട് പോസിറ്റീവ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെയും. 0യ്ക്ക് പകരം ഇവിടെ എന്തുണ്ട്? പോൾ ഉണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നോക്കുക. ഒരു കോൺകേവ് മിററിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ലൈറ്റർ ഇവിടെ വന്നിട്ട് അവിടുന്ന് ലൈറ്റർ ഈ ഒരു ഡയറക്ഷനിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ തട്ടി എന്ത് ചെയ്യും? ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നോക്കുക, ഇവിടുത്തെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി പോൾ. പോളിൻ്റെ ലെഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഓർത്തോണം, ഒരു കോൺകേവ് മിറർ അല്ലെങ്കിൽ ഒരു കൺവേർജന്റ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും മക്കളെ? നെഗറ്റീവ് ആയിരിക്കും. ഒരു കൺവേർജന്റ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. അത് കണക്ക് തന്നെ ഒരു ഡൈവേർജന്റ് മിറർ അല്ലെങ്കിൽ ഒരു കോൺവെക്സ് മിറർ ആണ് വരുന്നതെങ്കിൽ, ഒരു കോൺവെക്സ് മിറർ ആണ് വരുന്നത് എങ്കിൽ ആ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈറ്റർ ഇങ്ങനെ വന്ന് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് ഈ ഫോക്കസിൻ്റെ ഈ ഒരു ഡയറക്ഷൻ വഴി വെളിയിലോട്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇതിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. ഒന്നുകൂടി ഓർത്തോളം, ഇതിന് മറ്റേ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇത് കണക്ക് ഒരു കോൺകേവ് മിറർ ആണെന്നുണ്ടെങ്കിൽ ലൈറ്ററെ വന്ന് ഡയറക്റ്റ് ഇവിടെ ഇടിച്ചിട്ടാണ് ഇവിടെ ഫോക്കസ് ഉണ്ടാവുന്നത് അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത് ലൈറ്ററെ വന്ന് ഡയറക്റ്റ് ഇടിക്കുകയല്ല ചെയ്യുന്നത്. ലൈറ്ററെ എന്ത് ചെയ്യും? ആ ഫോക്കസിൽ നിന്ന് വരുന്ന പോലെ നമുക്ക് അപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് എന്തല്ല, ഇതിൽ ഒരു റിയൽ ഫോക്കസ് അല്ല ഉള്ളത്. ഈ റിയൽ ഫോക്കസ് അല്ല ഒരു കോൺവെക്സ് മിററിന് ഉള്ളത്. എപ്പോഴും എന്തായിരിക്കും? ഒരു വിർച്വൽ ഫോക്കസ് ആയിരിക്കും. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എ കോൺവെക്സ് മിറർ ഈസ് ഹാവിങ് എ വിർച്വൽ ഫോക്കസ്. ഒരു കോൺവെക്സ് മിററിന് എന്താണ് ഉള്ളത്? വിർച്വൽ ഫോക്കസ് ആയിരിക്കും ഉള്ളത് കേട്ടോ. കോൺവെക്സ് മിററിന് വിർച്വൽ ഫോക്കസ് ആയിരിക്കും ഉള്ളത്. കണ്ടോ? ഇങ്ങനെ കണ്ടോ? കാരണം ഇതിൻ്റെ ഫോക്കസ് എങ്ങോട്ടായിരിക്കും? ഇതിൻ്റെ ഫോക്കസ് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് റൈറ്റ് സൈഡിലായതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടോ? ഇതിങ്ങനെ തട്ടി ദൂരോട്ട് പോയിരിക്കും ചെയ്യുന്നത്. ഇതൊരിക്കലും ഡയറക്റ്റ് ലൈറ്റ് വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്തുണ്ടായ ഫോക്കസ് അല്ല. ഇത് ഇമാജിനറി ഫോക്കസ്, വിർച്വൽ ഫോക്കസ് അല്ലെങ്കിൽ ഇമാജിനറി ഫോക്കസ് ആണ്. ഇമാജിനറി അല്ലെങ്കിൽ വിർച്വൽ ഫോക്കസ് ആണ് ഇതിനുള്ളത്. ആൻഡ് ഇതിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവാണ്. മക്കളെ, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, മാഗ്നിഫിക്കേഷൻ എല്ലാം പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും? വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. അവ കണക്ക് തന്നെ മക്കളെ ഓർത്തോളം. ഇത് മിററിൻ്റെ കേസിലും അങ്ങനെയാണ്. മിററിൻ്റെ കേസിൽ എന്താണ്? മിററിൻ്റെ കേസിൽ ഫോക്കസ് പോസിറ്റീവാണ്. ഫോക്കസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫോക്കസ് റൈറ്റ് സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഓർത്തും, ഫോക്കസ് പോസിറ്റീവ് ആയതുകൊണ്ടല്ല ഇത് വിർച്വൽ ആയത്. വിർച്വൽ ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺകേവ് മിററിലാണെങ്കിൽ എന്ത് ചെയ്യും? ആ ലൈറ്റ്സ് ഡയറക്റ്റ് വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടാണ് അവിടെ ഫോക്കസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റിയൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഇത് തിരിഞ്ഞു പോലെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റിയൽ ഫോക്കസ് എന്ന് പറയുന്നത്. റിയൽ ഫോക്കസും ഇതെന്താണ്? വിർച്വൽ ഫോക്കസും. ഇത്രയും പോയിന്റ്സ് ഓർത്തിരുന്നോണം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളെ ലെൻസിൻ്റെ കാര്യം വരുമ്പോൾ നേരെ അങ്ങ് തിരിയും. ലെൻസിൻ്റെ കാര്യം വരുമ്പോൾ നേരെ തിരിയും. പക്ഷേ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവ് എന്നുള്ള കാര്യം എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. അത് നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് സ്ട്രെസ് ചെയ്ത് പറയാം. സോ മക്കളെ, ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പറഞ്ഞ കണക്ക് മിറർ എന്ന അല്ലെങ്കിൽ നമ്മുടെ റിഫ്ലക്ഷൻ എന്നുള്ള ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. സോ ക്ലാസ്സസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കേൾക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് റേ ഡയഗ്രാംസ് ഒന്നും വരച്ച് പഠിക്കാനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ റേ ഡയഗ്രാംസ് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വരച്ച് എടുക്കാഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ച് നോക്കാം, പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് പരീക്ഷയ്ക്ക് MCQ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പൊസിഷൻസും അതിൻ്റെ സൈസും എവിടെയൊക്കെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻസും മറ്റു കാര്യങ്ങളും എല്ലാം ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. സോ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത സെഷനിൽ കാണാം. സോ അതുവരെ എല്ലാവർക്കും താങ്ക് യു.